1983 ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ നിന്ന് മെൽബണിലേക്കുള്ള 875 കിലോമീറ്റർ അൾട്രാ മാരത്തോൺ ഓട്ടമത്സരം തുടങ്ങിവെച്ചത്. ലോകത്തിലെ തന്നെ അതികഠിനമായ ഒരു മത്സരമായി അറിയപ്പെട്ടിരുന്നതാണ് ഈ ഓട്ടമത്സരം. ആദ്യ മത്സരത്തിൽ തന്നെ ഓടാൻ തയ്യാറായി 61കാരനായ ക്ലിഫ് യങ് എന്നു പേരായ ഒരു കർഷകനും എത്തി. ആൽബർട്ട് ഏണസ്റ്റ് ക്ലിഫോർഡ് യങ് എന്നാണ് പേരിൻ്റെ പൂർണ്ണരൂപം. പാടത്ത് ജോലി ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഗംബൂട്ടും ധരിച്ചുകൊണ്ടാണ് വന്നത്. സംഘാടകർ അദ്ദേഹത്തെ ആവുന്നത്ര നിരുത്സാഹപ്പെടുത്തി. കാരണം ഇത്രയും ദൂരം പരമാവധി 7 ദിവസം കൊണ്ട് ഓടിത്തീർക്കണം. ഒരു ദിവസം 18 മണിക്കൂറെങ്കിലും ഓടണം. ഇത്തരം നിബന്ധനകൾ പാലിക്കാൻ ഈ പ്രായത്തിൽ അദ്ദേഹത്തിന് സാധിക്കില്ല എന്നതായിരുന്നു സംഘാടകരുടെ വിലയിരുത്തൽ. എന്നാൽ ക്ലിഫ് യങ് പിൻവാങ്ങാൻ തയ്യാറായില്ല. കാരണം മുൻപും ചില ദീർഘദൂര ഓട്ടമത്സരങ്ങളിൽ പങ്കെടുത്തതുകൊണ്ടുള്ള ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. മത്സരത്തിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം വളരെ സാവധാനത്തിലാണ് ഓടിയത്. എന്നാൽ ആദ്യ ദിവസം പിന്നിട്ടപ്പോൾ തന്നെ അദ്ദേഹം വളരെ മുൻപിലായിരുന്നു. ക്ലിഫ് യങ് തുടർച്ചയായി 5 ദിവസവും 15 മണിക്കൂറും 4 മിനിറ്റും വിശ്രമമില്ലാതെ ഓടി ആ മത്സരത്തിൽ ചാമ്പ്യനായി. വിജയത്തിൻ്റെ പിന്നാലെ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്ത മാധ്യമപ്രവർത്തകരോട് ക്ലിഫ് യങ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. രാത്രിയിൽ 6 മണിക്കൂർ വിശ്രമിക്കാമെന്ന് എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് രാത്രിയിലും ഞാൻ ഓടിക്കൊണ്ടേയിരുന്നു. ഒരു സമ്മാനവും പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ ഓടിയതും. വിജയിക്ക് $10,000 സമ്മാനം ലഭിക്കുമെന്ന കാര്യവും എനിക്കറിയില്ലായിരുന്നു. ഇത്രയും വലിയ തുക എനിക്കെന്തിനാണ്? ഈ ഓട്ടമത്സരം പൂർത്തീകരിച്ച മറ്റ് 5 മത്സരാർത്ഥികളും വളരെ കഠിനമായി പ്രയത്നിച്ച് നന്നായി മത്സരിച്ചവരാണ്. അതിനാൽ എനിക്ക് കിട്ടിയ സമ്മാനത്തുക അവർ 5 പേർക്കുമായി വീതിച്ചു നൽകുന്നു. അതിൽ നിന്നും ഒരു ചില്ലിക്കാശ് പോലും എനിക്ക് വേണ്ട. സ്വന്തം മനസ്സിനെ രൂപപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. കൃത്യമായ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ നമ്മൾ ആത്മവിശ്വാസത്തോടെ പരിശ്രമിക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ പ്രതിസന്ധികളോ പ്രതിഫലമോ ഒന്നും ഒരു പരിമിതിയാവാൻ പാടില്ല.